ഒരു ഗ്രാമത്തിൽ ഗൗതമ ബുദ്ധന്റെ ഒരു വലിയ ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ ഒരു പ്രശസ്ത ബുദ്ധസന്യാസി താമസിച്ചിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ധാരാളം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും അവിടെയും ഇവിടെയും ചെന്ന് ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. സംഭാവനകൾ ശേഖരിക്കാൻ പോകുമ്പോൾ അവൻ ഓരോ വീട്ടിൽ നിന്നും ഒരു പുതിയ കഥ കൊണ്ടുവന്ന് ആശ്രമത്തിലെ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു നടക്കും. അവൻ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാകാൻ ശ്രമിക്കുകയും സ്വയം തന്നെ പ്രശംസിക്കുകയും മറ്റു ശിഷ്യരെക്കുറിച്ച് മോശമായി സംസാരിച്ച് ഗുരുദേവന്റെ മുന്നിൽ ഏറ്റവും ബുദ്ധിമാനും മികച്ചവനുമായി സ്വയം തെളിയിക്കാൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ ശിഷ്യന്മാരെക്കാളും വ്യത്യസ്തനും ശ്രേഷ്ഠനുമാണ് താനെന്ന് അവൻ കരുതി. അവൻ എപ്പോഴും പറയും, ഞാനൊരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയാണ്. എനിക്കു വേണമെങ്കിൽ സുഖകരവും സൗകര്യപ്രദവുമായൊരു ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ ഞാനതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നു. കാരണം എനിക്ക് സത്യം കണ്ടെത്തണം, എന്നെ തന്നെ അറിയണം, ജീവിതം അറിയണം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരേക്കാളും ത്യാഗം ഞാൻ ചെയ്യുന്നത്. ഒരു ദിവസം ഗുരുദേവൻ ആശ്രമത്തിലെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും അടുത്തൊരു മാസത്തേക്ക് എന്തെങ്കിലും ദൃഢനിശ്ചയമെടുക്കണം. ഇത് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളിൽ ആത്മശക്തി നിറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ദൃഢനിശ്ചയവും എടുക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഒരു മാസത്തിനു മുമ്പ് അത് ലംഘിച്ചാൽ അവന് തന്റെ പഴയ ദിനചര്യയിലേക്ക് മടങ്ങാം. എല്ലാ ശിഷ്യന്മാരും അവരുടെ ശക്തിക്കനുസരിച്ച് വലുതോ ചെറുതോ ആയ തീരുമാനങ്ങളെടുത്ത് ഗുരുദേവനോട് പറഞ്ഞ ശേഷം മടങ്ങി. എന്നാൽ വ്യത്യസ്തനും സ്വയം വലുതാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ശിഷ്യൻ ഗുരുദേവനെ ഒറ്റയ്ക്ക് വന്ന് കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ ദൃഢനിശ്ചയം എടുക്കാൻ താല്പര്യമില്ല ഗുരുദേവ. എനിക്ക് എന്നെപ്പോലെ ശക്തവും വലുതുമായൊരു തീരുമാനമെടുക്കണം. എന്ത് ദൃഢനിശ്ചയം എടുക്കണമെന്ന് ദയവായി അങ്ങ് എന്നോട് പറയൂ. ഇതു കേട്ട ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നൽകുന്ന ദൃഢനിശ്ചയം നിനക്ക് നിറവേറ്റാൻ കഴിയുമോ? നിനക്കത് പൂർത്തിയാക്കാൻ കഴിയുമോ? ഒരുപക്ഷെ അത് നിനക്ക് സാധ്യമാവില്ല. നിനക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരോടും സ്വയം ഒരു തീരുമാനമെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. വേണ്ട ഗുരുദേവ, താങ്കൾ എനിക്ക് എന്തു നൽകിയാലും ഞാനത് നിറവേറ്റും. ശരി, എങ്കിൽ അടുത്തൊരു മാസം നീ മിണ്ടാതിരിക്കണം. നിന്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തു വരാൻ പാടില്ല. ഇതായിരിക്കണം നിന്റെ തീരുമാനം. ഗുരുദേവ, ഇതും ഒരു ദൃഢനിശ്ചയമാണോ? ഇത് വളരെ എളുപ്പമാണ്. ഒരു മാസം മൗനമായിരിക്കുക. എൻ്റെ കഴിവിന് യോഗ്യമായ ഒരു വലിയ തീരുമാനം താങ്കൾ എനിക്ക് തരൂ. അത് നിറവേറ്റുന്നതിൽ എനിക്കൊരു അന്തസ്സുണ്ട്. ആദ്യം നീ ഈ തീരുമാനം നിറവേറ്റി കാണിക്കൂ. ശിഷ്യൻ ഗുരുദേവനെ അനുസരിച്ചു. ആ സമയം തന്നെ അവൻ നിശബ്ദനായി. ഗുരുദേവന്റെ കുടിലിൽ നിന്ന് പുറത്തേക്ക് പോയി. നിശബ്ദത പാലിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് അവന് തോന്നി. ഒരു ദിവസം അവൻ നിശബ്ദനായി ചെലവഴിച്ചു. പക്ഷേ 2-ാം ദിവസം മുതൽ സംസാരിക്കാതിരിക്കുന്നതിന്റെ ഭാരം അവന്റെ മനസ്സിൽ വർദ്ധിച്ചു തുടങ്ങി. 3-ാം ദിവസം അവന് ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. 4-ാം ദിവസം അവന് ഒരു വിചിത്രമായ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം ആശ്രമത്തിലെ എല്ലാ ശിഷ്യന്മാരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവന്റെ ദൃഢനിശ്ചയം അവനെ തടഞ്ഞു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടി കടന്നുപോയി. അവൻ അസുഖം വന്നു. തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നി. അവന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ തോന്നിയില്ല. സംസാരിക്കാൻ മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അവൻ ഗുരുദേവന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്റെ മനസ്സിലുള്ളതൊരു കടലാസിൽ എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. ഗുരുദേവ, എനിക്കു സംസാരിക്കണം. സംസാരിക്കാതെ എനിക്ക് ശ്വസിക്കാൻ കഴിയില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നു. എൻ്റെ ഉള്ളിൽ ബോധം നഷ്ടപ്പെടുന്നതായി തോന്നുന്നു. ഞാൻ എന്തു ചെയ്യണം? ഞാൻ എൻ്റെ തീരുമാനം ലംഘിക്കണോ? ഇത് വായിച്ചതിനു ശേഷം ബുദ്ധസന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീരുമാനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. എന്നാൽ തീരുമാനം നിറവേറ്റുന്നയാൾ തന്റെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നു. ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നയാൾ സമൂഹത്തിന്റെ പാതയിലാണ്. അവന്റെ ഉണർവ് കൂടുതൽ വളരുന്നു. തീരുമാനമെടുക്കുന്നതും നിന്റെ കൈകളിലാണ്. അത് തകർക്കുന്നതും നിന്റെ കൈകളിലാണ്. നിരവധി ശിഷ്യന്മാർ അവരുടെ ദൃഢനിശ്ചയം തകർത്ത് പഴയ ദിനചര്യയിലേക്ക് മടങ്ങിയിരിക്കുന്നു. നിനക്കിത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ ദൃഢനിശ്ചയം തകർത്ത് പഴയ ദിനചര്യയിലേക്ക് മടങ്ങാനും കഴിയും. പക്ഷേ ഓർക്കുക, ഇന്നീ ചെറിയ തീരുമാനം നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതം മുഴുവൻ നിനക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ബാക്കിയുള്ള ശിക്ഷണം പൂർണ്ണമായും നിന്റെ കൈകളിലാണ്. ഗുരുദേവന്റെ ഈ വാക്കുകൾ അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അവനൊന്നും പറയാതെ തന്റെ കുടിലിനുള്ളിൽ പോയി കുറേ നേരം ഒറ്റയ്ക്കിരുന്നു. അത്യാവശ്യ ജോലികൾക്കായി മാത്രമാണ് അവൻ കുടിലിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നത്. ബാക്കിയുള്ള സമയം കുടിലിനുള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു. 15 ദിവസം കഴിഞ്ഞു. ആശ്രമത്തിലെ എല്ലാ ശിഷ്യന്മാരുടെയും ദൃഢനിശ്ചയം അപ്പോഴേക്കും ഏതാണ്ട് തകർന്നിരുന്നു. പക്ഷേ അവന്റെ ദൃഢനിശ്ചയം ഇപ്പോഴും സജീവമാണ്. ഇതുവരെ ആ തീരുമാനത്തിൽ നിന്നും ഒട്ടും തന്നെ മാറിയില്ല. ഇത്രയധികം സംസാരിച്ചിരുന്ന വ്യക്തിയുടെ പെട്ടെന്നുള്ള നിശബ്ദതയിൽ ആശ്രമം മുഴുവൻ അമ്പരന്നു. 15 ദിവസത്തിനു ശേഷം അവൻ വീണ്ടും ബുദ്ധസന്യാസിയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന് എഴുതി, ഗുരുദേവ, ഞാൻ നിശബ്ദനാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ നിരവധി ശബ്ദങ്ങളുണ്ട്. ധാരാളം പരാതികളുമുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
എല്ലാത്തരം ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ ഏറ്റവും നിശബ്ദനാണ്, എന്നാൽ അകത്തു ഞാൻ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു. എന്റെ ദൃഢനിശ്ചയം ഇപ്പോഴും തുടരുന്നുണ്ടോ? അതെ, നിന്റെ ദൃഢനിശ്ചയം ഇപ്പോഴും തുടരുന്നു. പക്ഷേ ഈ ശബ്ദങ്ങൾ നിന്റെ കാതുകളിൽ പതിക്കുന്നിടത്തോളം നിന്റെ മനസ്സ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിനക്ക് സംസാരിക്കുന്ന ശീലമുണ്ട്. നീ പുറമേ നിശബ്ദനായിരിക്കാം, പക്ഷേ നീ ഉള്ളിൽ സംസാരിക്കുന്നു. നീ ഈ കാര്യങ്ങളിൽ നിന്നും, ഈ ശബ്ദങ്ങളിൽ നിന്നും അകന്നു പോകണം. ഇതെല്ലാം കേട്ട ശേഷം അവൻ അവിടെ നിന്ന് പോയി. തുടർന്ന് രാവിലെ തന്റെ കുടിലിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഗുരുദേവൻ പറഞ്ഞ 1 മാസം പൂർത്തിയായി. പക്ഷേ അവൻ തിരിച്ചെത്തിയില്ല. ഏതെങ്കിലും വന്യമൃഗം അവനെ ഭക്ഷിച്ചിരിക്കുമോ എന്ന് ആശ്രമത്തിലുള്ള എല്ലാവരും ഭയപ്പെട്ടു. അതിനിടയിൽ അവനെ കണ്ടെത്താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവനെ എവിടെയും കണ്ടെത്താനായില്ല. വന്യമൃഗങ്ങൾ അവനെ ഇരയാക്കിയിട്ടുണ്ടെന്ന് എല്ലാ ശിഷ്യന്മാരും കരുതിയിരുന്നു. പക്ഷേ ഗുരുദേവൻ അങ്ങനെ കരുതിയില്ല. ഒരു ദിവസം ആശ്രമത്തിലെ മറ്റൊരു ശിഷ്യൻ ബുദ്ധസന്യാസിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരുദേവ, നമ്മുടെ ആശ്രമത്തിലെ ആ വാചാലനായ സന്യാസിക്ക് എന്താണ് സംഭവിച്ചത്? മൃഗങ്ങൾ അവനെ കൊന്നിട്ടുണ്ടാകുമോ? മൃഗങ്ങൾ അവനെ അവരുടെ ഇരയാക്കിയിരിക്കാം. പക്ഷേ അവൻ തിരിച്ചു വരാത്തതിന് മറ്റൊരു കാരണവും ഉണ്ടാകാം. ഒരുപക്ഷെ അവൻ പോയതവന് ലഭിച്ചിരിക്കാം. അപ്പോഴവൻ ബുദ്ധസന്യാസിയോട് ചോദിച്ചു, അധികം സംസാരിക്കുന്നത് ഇത്ര ദോഷകരമാണോ? ബുദ്ധസന്യാസി പറഞ്ഞു, മനുഷ്യനായിരിക്കുന്നതിന്റെ നിരവധി ബുദ്ധിമുട്ടുകളിലൊന്ന് നിശബ്ദത പാലിക്കാൻ കഴിയാത്തതാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ആവശ്യമില്ലാത്തപ്പോഴും അല്ലെങ്കിൽ അത് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായാലും സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് നിരന്തരം അനുഭവപ്പെടുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ ഒരു പ്രധാന ഭാഗം അമിതമായി സംസാരിക്കാനുള്ള നമ്മുടെ പ്രവണതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ പല തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ അർത്ഥശൂന്യമായ നിയമനിർമ്മാണത്തിന്റെ ഫലമാണ്. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല. പകരം സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും നമ്മളാണ് ശരിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് കൂടുതൽ തെറ്റുധാരണകളിലേക്കും നീരസത്തിലേക്കും മാത്രമേ നയിക്കൂ. കൂടുതൽ സംസാരിക്കുകയും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ രീതി നമ്മുടെ ജീവിതത്തിലുടനീളം തുടരുന്നു. അനാവശ്യ സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നു. എന്നാൽ ഈ അജ്ഞതയിൽ നമുക്ക് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ ഗ്രാഹ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായ നിമിഷങ്ങളും നഷ്ടപ്പെടുന്നു. എന്നാൽ അതിലൂടെ ജീവിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. എന്നാൽ നമുക്കൊന്നും തിരികെ ലഭിക്കില്ല. എല്ലാം വ്യർത്ഥവും പാഴായതുമായി മാറുന്നു. ഈ ഭ്രാന്തിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ചുരുക്കം ചിലർ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അവൻ ആശ്രമം വിട്ടിട്ട് 3 മാസമായി. അവനെക്കുറിച്ചുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. ആശ്രമത്തിലെ സന്യാസിമാർ അവന്റെ തിരിച്ചുവരവിന്റെ പ്രതീക്ഷ കൈവിട്ടു. അവനെ എല്ലാവരും മറന്നു തുടങ്ങി. അങ്ങനെയിരിക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ദിവസം അവൻ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. അന്ന് പോയ അതേ വ്യക്തിയല്ല ഇന്നവൻ. എപ്പോഴും വാചാലനായ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആ വ്യക്തിയിൽ നിന്നും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവൻ അവിശ്വസനീയമായ ഒരു പരിവർത്തനത്തിന് വിധേയനായി. അവനിൽ നിന്നൊരു ശാന്തത പ്രസരിച്ചു. അവന്റെ മുഖത്ത് സമാധാനവും ശാന്തതയും നിറഞ്ഞു. അവൻ ആശ്രമത്തിൽ എത്തിയ ഉടനെ എല്ലാ ശിഷ്യന്മാരും അവനെ ചുറ്റിപ്പറ്റി സംസാരിച്ചു തുടങ്ങി. അവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവനോട് സംസാരിച്ച എല്ലാവർക്കും അവൻ മുമ്പത്തെ പോലെ അക്ഷമനും വാചാലനുമല്ലെന്ന് തോന്നി. അവന്റെ വായിൽ വന്ന ഓരോ വാക്കും വളരെ സുഗമമായും മധുരമായും വന്നു. കുറച്ചുനേരം ആ സന്യാസിമാരോട് സംസാരിച്ച ശേഷം അവൻ നേരെ ഗുരുദേവന്റെ അടുത്തേക്ക് പോയി. അവൻ ഗുരുദേവന്റെ കാലിൽ തൊട്ട് ചോദിച്ചു, ഞാൻ ഇപ്പോഴും നിശബ്ദനാണോ? എന്റെ ദൃഢനിശ്ചയം ഇപ്പോഴും തുടരുന്നുണ്ടോ? അദ്ദേഹം കുറച്ചുനേരം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശ്രദ്ധയോടെ പറഞ്ഞു, അതെ, നീ ഇപ്പോഴും നിശബ്ദനാണ്. നിന്റെ വായിൽ നിന്നൊരു വാക്ക് പോലും പുറത്തു വരുന്നില്ല. നിന്റെ തീരുമാനം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഞാൻ ആശ്രമം വിട്ടു പോകുമ്പോൾ പുറമേ നിശബ്ദനായിരുന്നു. പക്ഷേ എന്റെ ഉള്ളിൽ നിരവധി ശബ്ദങ്ങളുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. അവ നിലച്ചില്ല. അങ്ങനെ ഞാൻ കാട്ടിലേക്ക് പോയി. അവിടെ എനിക്ക് സമാധാനം ലഭിക്കുമെന്നും എന്റെ സംസാരം കുറയുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ ഞാൻ ഏകാന്തതയിലേക്ക് പോകുന്തോറും എന്റെ ഉള്ളിലെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ വളർന്നു. എന്റെ ഉള്ളിലെ പഴയ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ എത്രത്തോളം തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ബുദ്ധസന്യാസിമാരോടും മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ബുദ്ധസന്യാസിമാരെ ഞാൻ കുറ്റം പറയുമ്പോഴും പരിഹസിക്കുമ്പോഴും ഞാൻ അവരെക്കാൾ മികച്ചവനാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ദിവസമാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് അതെത്ര വലിയ തെറ്റാണെന്ന്. വളരെ കാലമായി ഈ ശബ്ദങ്ങൾ, പരാതികൾ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രമേണ ഒരു ദിവസം ഈ ശബ്ദങ്ങളെല്ലാം എന്റെ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ ഞാൻ ഉള്ളിൽ നിന്നും നിശബ്ദനായി. ആ നിബിഡ വനത്തിന് പുറത്തുനിന്ന് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഉള്ളിൽ ഒരു ശബ്ദവും അവശേഷിച്ചില്ല. ആ ദിവസം ആദ്യമായി നിശബ്ദതയുടെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ ചുറ്റും സമാധാനമുണ്ടായിരുന്നു. മുമ്പ് എനിക്ക് കേൾക്കാൻ കഴിയാത്ത ചില ശബ്ദങ്ങൾ, ഇപ്പോഴെനിക്ക് ആ ശബ്ദങ്ങളെല്ലാം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നു.
കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ കരച്ചിൽ, ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം. പൂർണ്ണബോധത്തോടെ ആ ശബ്ദങ്ങളെല്ലാം ഞാൻ ആദ്യമായി കേട്ടു. എനിക്ക് ചുറ്റും ഇത്രയധികം സമാധാനം ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടില്ല. അതിനാൽ ആദ്യമായി ഈ സമാധാനം തകർക്കാൻ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഒരു വാക്കെടുത്തു. ഞാൻ അലറി, ഓ ദൈവമേ, എന്തൊരു സമാധാനമാണിത്! എല്ലാം ഇത്ര നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ട്? എന്താണ് സംഭവിച്ചത്? പക്ഷേ എൻ്റെ അലർച്ചയ്ക്ക് ശേഷവും ഈ സമാധാനം തകർന്നില്ല. അകത്തും പുറത്തുമെല്ലാം മുമ്പത്തെ പോലെ ശാന്തമായിരുന്നു. പ്രിയ ഗുരുദേവ, ഞാൻ എൻ്റെ സഹശിഷ്യന്മാരുമായും താങ്കളുമായും ഒരു സംഭാഷണം നടത്തി. ശാരീരികമായി ഞാൻ സംസാരിക്കുകയും നടക്കുകയും എൻ്റെ ചുറ്റുമുള്ളതെല്ലാം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ആന്തരികമായും നിശബ്ദതയിലും കൂടാതെ ഞാൻ പൂർണ്ണമായും ശാന്തനായും തോന്നുന്നു. എന്നെ തന്നെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കിപ്പോഴും ഏകാന്തത അനുഭവപ്പെടുന്നു. ഇപ്പോഴെനിക്കെല്ലാം വ്യക്തമായി കാണാനും എല്ലാം കൂടുതൽ വ്യക്തമായി കേൾക്കാനും കഴിയും. പുറമേ അമിതമായി സംസാരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥത ഉണ്ടാകുന്നതെന്ന് ഗുരുദേവൻ പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ എന്തു പറഞ്ഞാലും ശാന്തരായി തുടരും. ലോകത്തിലെ മിക്ക തിന്മകളും നമ്മുടെ സംസാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാരണം നമ്മൾ നിശബ്ദതയെ ഭയപ്പെടുന്നു. നമ്മൾ ആവശ്യത്തിലധികം സംസാരിക്കുകയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. പകരം നമ്മൾ ആരാണെന്നും നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയം അവരെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമായി മാറുന്നത്. അർത്ഥശൂന്യമായ സംഭാഷണങ്ങളിൽ എല്ലാ ഊർജവും പാഴാക്കപ്പെടുന്നു. അത്തരമൊരു സമൂഹം ദുഃഖം കൊണ്ട് നിറയുന്നു. കാരണം ആളുകൾ പരസ്പരം കേൾക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് നിശബ്ദതയുടെ മൂല്യം അറിയില്ല. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ കാരണം നമ്മുടെ അമിതമായ സംസാരമാണ്. അതിനാൽ നമ്മുടെ ഊർജം സംരക്ഷിക്കാൻ ആവശ്യമായത്ര മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക് തിരിയണമെങ്കിൽ നമ്മൾ വായ അടച്ചിരിക്കണം. അതുകൊണ്ടാണ് പ്രബുദ്ധരായ എല്ലാ ബുദ്ധമതക്കാരും ഏകാന്തതയിലേക്ക് ചെന്ന് അധികം സംസാരിക്കുന്നത് ഒഴിവാക്കി അധികം കേൾക്കുന്നതും ഏകാന്തതയിൽ ശാന്തരായി തുടരുന്നതും. അത് അവരെ എളുപ്പത്തിൽ അവരുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നമുക്ക് ഏകാന്തതയിൽ ജീവിക്കാനും ശാന്തത പാലിക്കാനും കഴിയും. എന്നാൽ ഇതിനായി അർത്ഥശൂന്യമായ വാക്കുകളിൽ പാഴാക്കുന്ന നമ്മുടെ ഊർജം സംരക്ഷിക്കണം. ഒരു തീരുമാനമെടുക്കുന്നതിലല്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലാണ് കാര്യം. ഈ കഥയിലെ യുവ സന്യാസി പലതവണ പിന്നോട്ട് വന്നെങ്കിലും ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അത് അവന് വലിയ തിരിച്ചറിവും കൂടാതെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറുകയും ചെയ്തു. ഈ കഥ മനസ്സിലാക്കി തരുന്നത് അത് മാത്രമല്ല, വെറുതെ സംസാരിക്കുന്നത് ഊർജം പാഴാക്കലാണ് എന്നതാണ്. അവനവന്റെ അകത്തേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ വായടച്ചിരിക്കണം. നാളേക്ക് വേണ്ടിയോ പുതുവർഷത്തിന് വേണ്ടിയോ കാത്തിരിക്കാതെ ഇന്നു തന്നെ ഒരു തീരുമാനമെടുക്കുക. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകുക. വിജയം കെട്ടിപ്പടുക്കുന്നതും അത് തകർക്കുന്നതും നമ്മുടെ കൈകളിലാണ്. സ്വയം തീരുമാനിക്കുക. അത് തകർത്ത് പഴയതുപോലെ ജീവിക്കണോ അതോ? എല്ലാവർക്കും ആശംസകൾ നേരുന്നു.